ഈ 24-ാം തീയതി ഉച്ചയോടുകൂടി ഒരു സംഭവം ഉണ്ടായി. അഗളിയിൽ ചിറ്റൂർ പുലിയറ റോഡ്, ആ റോഡിൽ ഒരു ആദിവാസി ബാലൻ, 19 വയസ്സേ ഉള്ളൂ, സിജു എന്നാണ് പേര്. അയാൾ പറയുന്നതും അയാളുടെ അച്ഛൻ പറയുന്നതും കാല് തെറ്റി റോഡിൽ വീണു എന്നുള്ളതാണ്. എങ്ങനെ കാല് തെറ്റാനിടയെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അയാളുടെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിവൈകല്യം ഉള്ള, കാരണം അത് മാനസികാവസ്ഥ രീതിയിലായിപ്പോയത് കൊണ്ടായിരിക്കും, അനങ്ങാതെ വളരെ ഒന്നുമില്ലാതെ നിൽക്കുന്നു, മുഖത്ത് ഒരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ അനങ്ങാതെ മിഴിച്ച് നിൽക്കുന്നു. അയാളെ കെട്ടിയിട്ട് ഒരാൾ പിടിച്ചിട്ടുണ്ട്. അതാ നമ്മൾ ഈ മാധ്യമങ്ങളിൽ നിന്നെല്ലാം കാണുന്നത് അതാണ്. അപ്പോൾ ഈ പയ്യൻ്റെ മുതുകത്ത് ഒരു അത്ര വലിയ, അതായത് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അയാൾ ദേഹമാസകരം അടിച്ചിട്ടുണ്ട്. അടി കൊണ്ടതാണെന്നോ എന്താണെന്ന് അറിയുന്നില്ല, ഒരു വെട്ട് പോലെ ഉള്ള ഒരു മുറിവ് ഉൾപ്പെടെയുള്ള അത് വളരെ വലിയ എന്തെങ്കിലും അതുപോലെയുള്ള ആയുധം വെച്ച് അടിച്ചതിൻ്റെ എങ്ങാണ്ടാണ്, ആ രീതിയിലുണ്ട്. അത്രത്തോളം വലിയൊരു മുറിവും പരിക്കും കാണാനുണ്ട്. കെട്ടിയിട്ട് അപ്പോൾ മാത്രമല്ല, അർദ്ധനഗ്നനായിട്ടാണ്, ഒരു നിക്കർ മാത്രമേ ധരിച്ചിട്ടുള്ളൂ, ബാക്കി ഉടുപ്പും മുണ്ടും ഒക്കെ അഴിച്ചു കളഞ്ഞിട്ടാണ് ഈ പണി ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഈ അതായത് ഈ കെട്ടിയിട്ടെന്ന് പറയുന്ന ആളുണ്ട്, എവിടെ കെട്ടിയിട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളൂ. പെരുമഴ, ആ മഴയത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റിലാണ് കെട്ടിയിട്ടിട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ ആദ്യം അത് ഈ പയ്യൻ്റെ വെർഷനും ആ പയ്യൻ്റെ അച്ഛൻ പറയുന്നതും ഏതാണ്ട് ഒരേ വെർഷനാണ്. അച്ഛൻ വേണു, അയാൾ പറയുന്നതും ഏതാണ്ട് ഒരേ വെർഷനാണ് പറയുന്നത്. അതായത് ഇയാൾ കാല് തെറ്റി റോഡിൽ വീണ് ആ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു കാർ വന്നു. ആ കാറിലെ ഡ്രൈവർ ഒരുപാട് അസഭ്യങ്ങൾ ഇവരെ അങ്ങ് ഇഷ്ടം പോലെ തെറി വിളിച്ചു. ഒരുപാട് അസഭ്യം വിളിച്ചപ്പോൾ ഇവൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ ഇവനെ എഴുന്നേൽപ്പിച്ചിട്ട് ആ ഡ്രൈവർ ഇവനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ അതേപോലെ ഇവന് റിയാക്ട് ചെയ്ത് കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറകോട്ട് തള്ളിയപ്പോൾ ഇവൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് ഇവനെ ഇടിക്കാനോ എറിയാനോ അങ്ങോട്ട് ചെയ്തതാണ്. അവൻ ഒഴിഞ്ഞളഞ്ഞ് നേരെ ഈ കല്ല് പോയി കാറിൻ്റെ ബോണറ്റിൽ ചെന്നതിന് ശേഷം അതിൻ്റെ ഗ്ലാസ് കൊണ്ട് ഗ്ലാസിന് വിൻഷീൽഡ് പൊട്ടി. ഇതാണ് സംഭവം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അന്നേരം ഇവനെ പിടിച്ചങ്ങ് കെട്ടിയിട്ടിട്ട് മുണ്ടും തുണിയൊന്നും ഇല്ലാതെ കെട്ടിയിട്ട് ഇവനെ നിക്കർ മാത്രമേ ഉള്ളൂ. അത് വിട്ടുകൊണ്ട് ഒരു പയ്യനല്ലേ, 19 വയസ്സുകാരനാണ്, അവന് ധാരാളം ഉപദ്രവിച്ചെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അവനെ അവിടുന്ന് കെട്ടിയിട്ടടത്തു നിന്ന് മോചിപ്പിച്ചത് ആ ആദിവാസി ഉന്നതിയിൽ നിന്ന്, ആ ഊരിൽ നിന്ന് ഏതാണ്ട് 6 പേര് വന്നാണ്. ഇവൻ്റെ 3 സുഹൃത്തുക്കളും വേറെ 3 പേരും കൂടെ വന്നാണ് ഇവനെ അഴിച്ച് വിട്ടത്. യവന്മാരെ കെട്ടിയിട്ടിട്ട് അഴിക്കാൻ ഉള്ള സമ്മതിക്കത്തില്ലായിരുന്നു. ആ രീതി അവനെ അങ്ങനെ രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ഇവനെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്തോ മരുന്നുമൊക്കെ വെച്ച് അതുമൊക്കെ ചെയ്ത് മരുന്നും വാങ്ങിച്ച് കഴിച്ചു. ഏതാണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവന് ശരീരമാസകരം വേദനയാണ്. കാരണം ഒരുപാട് കിട്ടി. ഒരു കൊച്ചു പയ്യനല്ലേ, ആരും ആവട്ടെ, അവനെ ആ നിൽക്കുന്ന നിൽപ്പ് നമുക്ക് കണ്ട ആ മധു നിന്നില്ലേ പണ്ട്, അതേപോലാണ് ഇവൻ നിൽക്കുന്നത് ഞാൻ കണ്ടത്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പിന്നെ അതിപ്പോൾ അന്നേരം പറയും, കാറിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചാൽ അവർ റിയാക്ട് ചെയ്യത്തില്ലെന്ന് ചോദിക്കും. ചെയ്യും, ഉറപ്പാണ്. ആരായാലും ചെയ്യിച്ചാലും ഞാനായാലും ചെയ്തു. പക്ഷേ അതിന് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്. അല്ല, അവനെ പിടിച്ച് പോലീസിൽ കൊടുക്കാം, പിടിച്ചിട്ട് എങ്ങോട്ടും സമ്മതിക്കാം, അവനെ പിടിച്ച് നിർത്തിയിട്ട് വലിയ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാം, ഇതൊക്കെ ചെയ്യാം. എന്നിട്ട് അവൻ ഇതുപോലെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അവർ കേസെടുക്കും. അതിന് പകരം അവനെ തുണി കെട്ടിയിട്ട് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അധികാരം ഇവർക്ക് ആര് കൊടുത്തു? അത് പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, ആ നിയമം അനുസരിച്ച് വലിയ ഒഫൻസാണ്, ഗുരുതരമായ ഒഫൻസാണ് ഇവർ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇവൻ ഷെഡ്യൂൾഡ് ട്രൈബാണ് ഈ പയ്യൻ. അത് അല്ല, ഞാൻ ചോദിച്ചു, മനുഷ്യത്വം അല്ലേ? ഒരു 19 വയസ്സേ ആയിട്ടുള്ളൂ അവനെ. ഇതുപോലുള്ള ഒരുത്തന്നെ ഈ രീതിയിൽ മനുഷ്യത്വരഹിതമായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ടെന്താ, കെട്ടിയിട്ട് ഉപദ്രവിച്ചിട്ട് അവന്മാർ തന്നെ ഇത് ഷൂട്ട് ചെയ്തെടുത്തു കേട്ടോ. ഷൂട്ട് ചെയ്തെടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ വിട്ട്. വല്ല ബോധമുണ്ടോ ഇവന്മാർക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇവനൊക്കെ എന്ത് മാനസിക നിലവാരം ഇവൻ്റെയൊക്കെ എന്താണ്? ഇതുപോലെ ഒരു മനുഷ്യജീവിയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചിട്ട് അവനെ കെട്ടിയിട്ട് കൊണ്ട് നിൽക്കുന്നതിൻ്റെ ആ പടം എടുത്ത് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇവിടെ പകർത്തി അനുഭവിച്ചു. ഇപ്പം എന്താണെന്നറിയോ, ഇവരെ സ്പെഷ്യൽ കോടതി ആരാക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവന്മാരെ അറസ്റ്റ് ചെയ്തു.
അതിന് മുമ്പ് സംഭവിച്ചേക്കുന്നത് എന്താണ്? പോലീസ് ആദ്യം ഇങ്ങനെ ഇവനെ ഇത്രയിട്ട് ഉപദ്രവിച്ചൊന്നും പോലീസിനൊരു പ്രശ്നമില്ല. അവനെ വണ്ടി നശിപ്പിച്ചു, ഏതാണ്ട് 5 വണ്ടികൾ നശിപ്പിച്ചെന്ന പറഞ്ഞാണ് അവൻ്റെ പേരിൽ കേസെടുത്തേക്കുന്നത്. വണ്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കണം, അത് വേണ്ടെന്നുള്ളതല്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ അവനെ ഈ അടിക്കാനും ഇതുപോലെ കെട്ടിയിട്ട് അടിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? ഈ ലോകത്ത് ആർക്കും ഇല്ലല്ലോ, അവകാശമില്ലല്ലോ. പോലീസിനുണ്ടോ ഈ അവകാശം ഇങ്ങനെ ഉപദ്രവിക്കാൻ? ഇല്ല. അപ്പോൾ എന്താ അത് ഇവനെ ഈ ഉപദ്രവിച്ചതിന് കേസൊന്നുമില്ല കേട്ടോ. തൂടി കെട്ടിയിട്ടത് എല്ലാം മനസ്സിലായതാണ്, പക്ഷെ അതിനൊന്നും കേസില്ല. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പോലീസിൻ്റെ ഭാഗത്ത് ശരിയായ വീഴ്ച ആദ്യം ഉണ്ടായി. പക്ഷേ വൈകുന്നേരമൊക്കെ ആയി പ്രശ്നം ഗുരുതരമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേന്ന് വെളുപ്പിനെ എങ്ങാണ്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ആയി. അതിന് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്തു, ഉപദ്രവിച്ചതിന് കേസ് കൊടുത്തു. അതുവരെ പോലീസ് ഇണങ്ങിയിട്ടില്ല. എന്നിട്ട് മാത്രമല്ല, സബ് ഇൻസ്പെക്ടർ, അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ സബ് ഇൻസ്പെക്ടർ ഇയാളെ ഈ പയ്യനെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോയില്ല, ഇവനെ കൊന്നനെ രക്ഷിച്ച് അവനെ അഴിച്ചുവിട്ട് അവരുടെ പേരെ ഇഷ്ടം പോലെ തെറി വിളിച്ചു, ചീത്ത. ഇതാണ് അവരെ ചീത്ത പറഞ്ഞു ഇഷ്ടംമാതിരി. ഇത് ആണ് പോലീസിൻ്റെ സംസ്കാരം. അത് ഇപ്പം DYSP പറയുന്ന ഒരു കുഴപ്പമില്ല, എല്ലാം റെഡി, എല്ലാം മൊത്തം ശരിയാക്കിയിട്ടുണ്ട്. എന്തൊന്നും ശരിയാക്കിയെന്ന്? ഇവരെ അടിക്കും വെച്ചതിനും അഴിച്ച് അവരെ പയ്യനെ രക്ഷപ്പെടുത്തിയവന്മാരെ ചീത്ത വിളിക്കുന്നതാണോ പോലീസിൻ്റെ സംസ്കാരം? അപ്പോൾ അവനവിടെ നിന്ന് മരിച്ചിരുന്നെങ്കിലോ, കൊല്ലപ്പെട്ടിരുന്നെങ്കിലോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞത്, വഴിയിൽ തടസ്സമുണ്ടാക്കി വണ്ടിയുടെ ചില്ലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല. അവനെ പിടികൂടിയിട്ട് അവനെ പോലീസ് ഹാൻഡ് ഓവർ ചെയ്യണം. അവനെ അടിക്കാനും ഇടിക്കാനും ഒന്നും പോരുത്, അതിനുള്ള അധികാരമൊന്നും ആർക്കുമില്ല. നമുക്ക് നീതിന്യായ വ്യവസ്ഥയുള്ളത് അവിടെ ഹാജരാക്കണം. അതല്ലാതെ അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു മനുഷ്യജീവി ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് 2 വെർഷൻ എപ്പോഴായാലും കാണും. ഇങ്ങനെയുള്ള ഒരുത്തനെ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനെ പിടികൂടിയിട്ട് അവനെ കൊണ്ടുവന്ന് പോലീസിൽ കൊടുക്കണം, അല്ലെ പിടിച്ചവിടെ നിർത്തിയിട്ട് പോലീസിനെ വിളിച്ച് അവനെ ഹാൻഡ് ഓവർ ചെയ്യണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ നിയമം കയ്യിലെടുത്തിട്ട് അവനെ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യുകയൊന്നും അല്ല വേണ്ടത്. മാത്രമല്ല, ഇത് 19 അവനെ യഥാർത്ഥത്തിൽ അവൻ കാലുതെണ്ടി വീണതാണെങ്കിൽ, ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഈ സംഭവം അങ്ങ് മാറത്തില്ലേ? പിന്നെ അവൻ മദ്യപിച്ചതാണ് അങ്ങനെ വന്നേക്കുന്നതെന്നാണ് മറ്റൊരു പറയുന്ന അലിഗേഷൻ. ഇവൻ മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, നമുക്കറിയില്ല. പക്ഷെ അത് അവൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന് ഒരു ബുദ്ധിവൈകല്യം ഉള്ള, മനോവൈകല്യം ഉള്ള ഒരാളായിട്ടാണ് കണ്ടത്. അവൻ്റെ രൂപം ആ രീതിയിലാണ്, ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് കാണുമ്പോൾ അതാണ്. അത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ മധുവിൻ്റെ മുഖത്ത് കണ്ട അതേ ഭാവം ആണ് ഇവൻ്റെ മുഖത്ത് ഞാൻ കണ്ടത്. അത് ഈ ആദിവാസികളെന്ന് പറയുന്നുണ്ടല്ലോ, അവർ എല്ലാവരെയും പോലെ ഈ നാടിൻ്റെ അവകാശികളാണ്. അവരെ അതുപോലെ അംഗീകരിക്കണം. അവർ മനുഷ്യരാണ് എന്നൊരു കാഴ്ചപ്പാട് വേണം. ആദിവാസി ആയതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് അയാളെ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യം ജനങ്ങൾക്കും പാടില്ല. അതുപോലെ തന്നെ ഇവനെ എന്ത് ചെയ്താലും അനങ്ങേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് പോലീസിനും പാടില്ല. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഏതായാലും ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും കേസ് എടുത്തതായിട്ട് മനസ്സിലായിട്ടുണ്ട്. യവന്മാർ റിമാൻഡിലുമായി. ഇത് ഇവരെ തുണി കെട്ടിയിട്ട് അടിച്ചതിന് അനുഭവിക്കണം. അതാ വേണ്ടത്. വരട്ടെ.